വലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വമുകിലഹു വകാതിബഹി വശാഇദഹി വഖാലു സവാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചുകൊണ്ട് പറയുകയാണ്, പലിശ ഭക്ഷിക്കുന്നവനും, ആകില റിബ പലിശ ഭക്ഷിക്കുന്നവനും, വമുകിലഹു അവന്റെ കുടുംബക്കാരെ ഭക്ഷിപ്പിക്കുന്നവനും, വകാതിബഹി പലിശയ്ക്ക് വേണ്ടി എഴുതുന്നവനും, വശാഇദഹി അതിനു വേണ്ടി സാക്ഷി നിൽക്കുന്നവനും, വഖാലഹും സവാഉൻ അവരൊക്കെ ഒരേ കാറ്റഗറിയിൽപ്പെട്ടവരാണ്, സമമാണെന്ന് ഹബീബായ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ നാം ചിന്തിക്കണം. മാത്രമല്ല അല്ലാഹു തആല എന്താണ് പറയുന്നത്? പലിശ വാങ്ങുന്നവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത് അവന്റെ ഈമാൻ അല്ലാഹു തആല ഊരിക്കളയുന്നതാണ്. ഈമാനിന്റെ പ്രഭ അവനിൽ നിന്ന് ഊരിക്കളയുന്നതാണ്. മരിക്കുന്ന സമയത്ത് അവർക്ക് ഈമാൻ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. നഅൂദുബില്ലാ. എത്ര പേരാണ് ഇതിന് അടിമകളായിക്കൊണ്ടിരിക്കുന്നത്? എത്ര പേരാണ് ഇത് പലിശ കൊണ്ട് മറ്റുള്ള ഇടപാടുകളും ബിസിനസ്സും, വീട് കെട്ടുന്നതും, ലോൺ എടുക്കുന്നതും, കാറൊക്കെ ലോൺ എടുക്കുന്നത്, എന്ത് മസഹല ഉണ്ടാക്കിയാലും കാർ ലോൺ എടുക്കുന്നത് അത് പലിശ തന്നെയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പലിശ എന്നുള്ളത് ഹറാമാണ്. അതിനെ അല്ലാഹു തആല നമുക്ക് നിഷിദ്ധമാക്കിയതാണ് എന്നുള്ള ബോധമുണ്ടായിട്ടും അതിനെ ആരും ഗൗരവത്തിലെടുക്കുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടം എന്നുള്ളത് അവസാന കാലഘട്ടമായാൽ അതേ ഹബീബായ തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹായോട് പറയുകയാണ്, അവസാന കാലഘട്ടമായാൽ ഈ ദീനിനെ പൊളിക്കുമെന്ന് അവിടെ നിന്ന് പറയുകയാണ്. കാരണം ഇന്നൊക്കെ ഹറാമാകുന്ന കാര്യത്തിനൊക്കെ ഹലാലായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ഹറാമിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള പ്രതിജ്ഞ എടുത്ത് ഈ ശഅബാൻ മാസം നാം വരവേൽക്കുന്ന ആ റമദാൻ മാസത്തിനെ അതിൽ നിന്ന് നാം വരവേൽക്കണമെങ്കിൽ നാം ഈ പാവങ്ങളിൽ നിന്നൊക്കെ സംശുദ്ധരാകണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.